നല്ലൊരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്ഥലത്തെത്തി. പണി കിട്ടി. പാപി ചെല്ലുന്നോളം പാതാളം എന്നല്ലേ, ഞാൻ എവിടെ ചെന്നാലും അവിടെ കുണ്ട കാണിച്ചാൽ എന്താ ഗൈസ്, കുണ്ടോട് കുണ്ട്. സൺഡേ കൊണ്ട് കടല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി പോകുമ്പോ ഗൈസ് ഞാനങ്ങനെ ഇവിടുന്ന് ഇറങ്ങി. ഈ മാസ്കും കൊണ്ടുവന്നുള്ളത് കൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. കൊട സൂര്യനെ പ്രതിരോധിക്കാൻ, പിന്നെ മാസ്ക് എന്താ വെച്ചാൽ ഭയങ്കര പൊടി, റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല പൊടി. ഇപ്പം ഞാൻ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ നടന്നു പോകാണ്ട് നമുക്ക് ബസ്സിലെത്തിയിട്ട് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പൊടി കേട്ടോ, സീന് പൊടി, തലങ്ങും മെലങ്ങും ഒക്കെ പൊടി. പിന്നെ പെട്ടെന്ന് ആനമൂളി എത്തി കുറച്ച് നേരം ചുരമൊക്കെ കണ്ടപ്പോൾ ഒറ്റ ഉറക്കണ്ട് ഉറങ്ങി. പിന്നെ എണീക്കണത് ഈ പള്ളി കണ്ടപ്പോൾ പിന്നെ അമ്പലം കാണിച്ചു തരാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അഗളി എത്തിയിട്ടു. ഞാൻ എന്തിനാ അഗളിക്ക് വന്നു ഇരുന്നാവും നിങ്ങളുടെ ഡൗട്ട്. പാപ്പല്ലേ, പാപ്പനെ പോലീസിലാ. അപ്പോൾ ഒരു 10 years ആയിട്ട് അവര് ഇവിടെ സെറ്റിൽഡാ. അപ്പോൾ അവര് നാട്ടില്, ഞാൻ വിഷുവിൻ്റെ വ്ളോഗിൽ ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ, ആ വീഡിയോ കാണിച്ചു തന്നില്ല, ചെറുതായിട്ട് അവിടെയാണ് ഞങ്ങൾ വിഷു ആഘോഷിച്ചു. അപ്പോൾ ഇവര് അങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോൾ പാപ്പൻ്റെ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ അവിടെ ഒരു നീല ബോർഡില്ലേ, അതാണ് അഗളി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇനി പാപ്പനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്നാലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി കിട്ടുള്ളൂ, ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക്. അവിടെയാണ് ബൈക്ക് ഇരിക്കുന്നത്. ബൈക്ക് എടുക്കാൻ വന്നതായാണ് ഞാൻ. ചുമ്മാ വീട്ടിലൊരു പണിയില്ലാണ്ടിരിക്കല്. പാപ്പൻ വിളിച്ചപ്പോൾ ഒന്നും നോക്കില്ല, ചാടി കയറി പോകും. നമുക്ക് പാപ്പനെ ഒന്ന് വിളിച്ചു നോക്കാം കേട്ടോ, എന്താ പറയാൻ നോക്കട്ടെ. ഹലോ പാപ്പ, ഞാൻ അതാ പോലീസ് സ്റ്റേഷന്റെ പുറത്തുണ്ട്. അപ്പോ പാപ്പൻ പറഞ്ഞത് ഉള്ളിക്ക് കയറാനാണ് പറഞ്ഞത്. നമുക്ക് ഉള്ളിൽ ഒന്ന് പോയോക്കട്ടെ ഗൈസ്. എനിക്ക് പണ്ടേ ഈ പോലീസുകാരെ എന്താ അറിയില്ല, ഭയങ്കര പേടി. എനിക്കറിയില്ല എന്താണാവോ. എവിടെയെന്നറിയോ പാപ്പൻ്റെ ക്വാർട്ടേഴ്സ്? ഇതായിരുന്നു കേട്ടോ, ഈ താഴത്തെ. അപ്പോൾ ഈ ബൈക്ക് റെഡ് ബൈക്കാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ പാപ്പനെ വിളിക്കണം, കാരണം വീടിൻ്റെ ചാവി എവിടെയെന്നൊക്കെ അറിയാണ്ട്. അപ്പോൾ പാപ്പനെ ഒന്നുകൂടെ വിളിച്ചിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ. ഗായ്സ് അവിടുന്ന് പരിപാടിയൊക്കെ എടുത്ത് ബാഗ് കണ്ടില്ലേ, ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നേ. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഹോട്ടല്. നമുക്ക് ഹോട്ടലിൽ കയറി എല്ലാം ഫുഡ് കഴിക്കാം. സിംഗിൾ ഒരു ബിരിയാണി ഉണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ അധികം അങ്ങനെ ഹോട്ടൽ ഫുഡൊന്നും കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഒരു നിവർത്തിയുമില്ല. കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഭ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല. ഞാന് കാറല്ലാതെ പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണ്, കാരണം അമ്മാതിരി ചൂടാ. എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത സാധനമാണ് ഈ ചൂട്. ഇവിടെ അട്ടപ്പാടിയല്ലേ, നല്ല തണുപ്പല്ലേ എന്നൊക്കെ വിചാരിച്ച് കയറിയതാ. നമ്മുടെ ആ ചുരം ഏരിയല്ലേ, ഞാൻ പോണ വഴി നിർത്തി കാണിച്ചു തരാം. ആ ഒരു ഭാഗത്ത് മാത്രമുള്ളൂ കുറച്ചെങ്കിലും തണുപ്പുണ്ടെങ്കിൽ തണുപ്പുള്ളൂ. ഇവിടേക്ക് അവസ്ഥ കണ്ടില്ലേ, ഫുള്ള് ചൂടാ. അത് എന്താ പറയാ, അതിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോ ഞാനതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇത് പറയാൻ നോക്കുമ്പോ ഫുള്ള് ഇങ്ങനെയുള്ളത്. ഇനി ഞാനിക്ക് എവിടെയെങ്കിലും കുറഞ്ഞ ഇരിക്കണം. മറ്റേ ആ ഫുഡ് കഴിച്ചതേ അതിനേഷം പറയാം. അപ്പോ നല്ലൊരു തണുപ്പുള്ള സ്ഥലം കണ്ടിട്ട് കുറച്ച് സംസാരിക്കും.
ഞാൻ തിരിച്ചു വന്നാട്ട് അവിടെ എന്തോ ഒരു തൂക്കുപാലം പോലെ തോന്നുന്നുണ്ട്. അവിടെ അത് ബിൽഡ് നടക്കുക. എന്തായാലും പോയി നോക്കാന്ന് വിചാരിച്ചു. ഗായ്സ്, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെന്താ ഡാം പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനാണോ ഈ ഹൈറ്റിൽ? അവിടേക്ക് എന്തിനാ ഈ ഹൈറ്റ് കൊടുത്തു? ഇനി പാലാണോ? പാലത്തിന് അതിന്റെ മേലേക്ക് എങ്ങനെ കയറി? ഇതാണ് ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട് നോക്കാം. അത്രേ ഉള്ളൂ. ഈ സാധനം അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് തോന്നണ എന്തെങ്കിലും വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പോകാതിരിക്കാനുള്ള എന്തോ ഒരു ഈ ചൊറയാണ് തന്നെ ഈ പുഴക്കില്ല. ഞാൻ വേറൊരു വ്യൂ തപ്പിയിട്ടാണ് നടന്നത്. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ പുഴ അപ്പം ഞാൻ പറഞ്ഞിട്ടത് ഗൈസ്, ഞാൻ നേരത്തെ കാണിച്ചെന്ന പുഴയല്ലേ ഞാൻ പറഞ്ഞല്ലേ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ നല്ലൊരു വ്യൂ ഇതാണ്ടോ. ഇത് ആ ഏരിയയിൽ മറ്റേ എൻ്റെ ഒരു അറിവ് പ്രകാരം അവിടെ ഫുള്ള് ട്രൈബൽസിൻ്റെ ഏരിയ ആണെന്നാണ്. പിന്നെ ഈ പുഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ പുഴ പേരെന്താ? ഭവാനിപ്പുഴ അങ്ങനെ എന്തോ ആണ്. എല്ലാ പുഴയും നല്ല കീപ്പോട്ട് ഒഴുകുമ്പോൾ ഈ പുഴ എന്തോ മേപ്പോട്ട് ഒഴുകുന്ന പുഴ എങ്ങനെ എന്തേ തോന്നുന്നു. ഇവിടെ നോക്കാം, ഫുള്ള് ക്രൗഡാണ് എല്ലായിടത്തും. ഞാൻ പോണ എല്ലായിടത്തും ക്രൗഡാണ്. കാരണം മെയിനായിട്ട് ഈ ചൂട് കാരണം ചൂട് സഹിക്കാൻ പറ്റാതെ എന്ത് ചെയ്യും ജനങ്ങൾ? കണ്ടോ, പാലത്തിൽ കൂടെ കുഞ്ഞു വണ്ടി മാത്രമല്ല വലിയ വണ്ടി പോവും. ഗൈസ്, പണി കിട്ടി. പാപി ചെല്ലുന്നോളം പാതാളം എന്നല്ലേ. ഞാൻ എവിടെ ചെന്നാലും അവിടെ പുണ്ട കാണിച്ചു തരാൻ. എന്താണ് അത് കുറേ ദൂരം വണ്ടി നടന്ന് ഉന്തിക്കൊണ്ട് വരും. ഈ പണ്ടാരല്ലേ പഞ്ചറായി. എന്തൊരു അവസ്ഥയാണ്. ഞാനാണെങ്കിൽ ചടച്ച് ഒരു ജാതി വെയിലും. ആ വളവ് കണ്ടോ? ഇങ്ങനത്തെ ഒരു അപ്പുറത്തൊരു വളവ് കൂടി ഉണ്ട്. ആ വളവ് കൊട്ടിട്ട് മുമ്പിലൂടെ ഇങ്ങനെ ഗായ്സ്, പൊന്നു മോനെ ഇരിക്കില്ലേ. വണ്ടി അവിടുന്ന് ഓട്ടി വരുമ്പോ തന്നെ എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. കുറെ ദിവസമായിട്ട് എടുക്കാത്ത വണ്ടിയാന്ന് വിചാരിച്ചു. പിന്നെ ഒരു വളവ് കൊണ്ട് തിരിഞ്ഞപ്പോ ആകപ്പാടെ ബാക്ടയറിന് വെട്ടി. ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പഞ്ചറാണ്. ക്രീജിയായി. ഇനിയിപ്പോ അതാ കൊറേ ദൂരം നടന്നപ്പോ ഇവിടെ നാട്ടുകാരില്ലേ, നാട്ടുകാരൊക്കെ നല്ലതാ കേട്ടോ. ഇങ്ങനെ 2-3 ചേട്ടന്മാരൊക്കെ വന്ന് നിർത്തി ചോദിച്ചു എന്താണ് സീൻ എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പഞ്ചറായെന്ന് പറഞ്ഞപ്പോ ഇത് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാന് ഭയങ്കര ചാർജ് അല്ലേ, വേഗം ചത്ത് ഞാൻ നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് അതിന്റെ കാര്യം കൊണ്ട് പറയാൻ നല്ലൊരു സ്പോട്ട് തപ്പിക്കൊണ്ട് പോയിരുന്നു. അപ്പോഴാണ് ഈ കുണ്ട് കിട്ടി. ഒരു സീനും ഇല്ല, അതിന്റെ അപ്പുറത്ത് ഉണ്ട് എന്നാ പറഞ്ഞ്. നമുക്കൊന്ന് പോയിട്ട് മാറ്റിയിട്ട് എന്തെങ്കിലും കുടിക്കണം. ഞാൻ ചടച്ച്. നല്ലൊരു നാരങ്ങ സോഡയാണ് കീച്ചി. ഓഫ്, ആ ചൂടിൽ അത്രയും നേരം വെയിലത്ത് വന്നിങ്ങനെ ചിറി വിളിച്ച് അതൊരു ഒറ്റ പൊടി പിടിച്ചപ്പോണ്ടല്ലോ ഒരു പൊന്നു സാറേ. ഗൈസ്, കുണ്ടോട് കുണ്ട്. സൺഡേ കൊണ്ട് കടല്ല. അപ്പോൾ ഇനി ഇവിടുന്ന് മുക്കാലി ഉള്ളു കട എന്നാ പറഞ്ഞു. അപ്പോൾ മുക്കാലിക്ക് പോണം. മുക്കാലിക്ക് പോണമെന്നുണ്ടെങ്കിൽ കുണ്ടാണ്. കാരണം ഇതിന് ടയറ് ഇത് ഉന്തി കൊണ്ടാവാൻ നടക്കും. ഒരു 2.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാനാകെ പെട്ട് കിടക്കായിരുന്നു. അപ്പോൾ പാപ്പൻ വിളിച്ച് എവിടെ എത്തി നോക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ പറഞ്ഞു പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം 10 മിനിറ്റിനുള്ളിൽ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. നോക്കട്ടെ, അപ്പം വിളിക്കണ്ട കേട്ടോ. ഗൈസ്, ആ വിദൂരയിൽ നിന്നൊരു കാറ് വരുന്ന കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കാറ് കേട്ടോ. അങ്ങനെ പാപ്പൻ വന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ കുറച്ച് ടൂൾസൊക്കെ ഒപ്പിച്ച് ടയറ് ഊരിയെടുത്ത് പിന്നെ അടുത്തുള്ള ബേബി ചേട്ടൻ്റെ അടയിൽ പോയി മുക്കാലി ഉള്ളത്. അത് പാപ്പൻ്റെ ഒരു അറിയാവുന്നൊരു ചേട്ടനായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് ടയറൊക്കെ എടുത്ത്, കാരണം എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുള്ളത് ഏരിയയിൽ വേഗം പോയി ബേബി ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി ടയറൊക്കെ കൊടുത്ത്. ബേബി ചേട്ടൻ ഫുള്ള് സീനാട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ പാപ്പനോടുള്ള പരിചയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി തന്നു. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്പായി. ഗൈസ്, നമ്മൾ ടയറ് തിരിച്ചു കിട്ടി. ഇനി എന്താ ഇനി ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യണ്ടേ? ഫിറ്റ് ചെയ്തിട്ട് ഈ പണ്ടാര വെയില് നമുക്ക് സീനില്ല. അങ്ങനെ ബേബി ചേട്ടൻ്റെ അവിടുന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബൈക്ക് ഉള്ള സ്പോട്ടിലേക്ക് വന്നു കേട്ടോ. അതോ അങ്ങ് ദൂരെ ഇരിക്കുന്നു നമ്മുടെ ബൈക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ തന്നെ ടയർ അങ്ങ് ഫിറ്റ് ചെയ്ത്. കാരണം
എനിക്കിതിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് എന്താ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൊണ്ടിരുന്നേന്ന്. ഇപ്പം പിന്നെ അങ്ങോട്ടൊന്നും പോവാറേ ഇല്ല. വണ്ടി പോട്ടി ഗൈസ്, ഞാനാകാ മോറ്റപ്പൊരു ടാസ്ക് എന്ന് പറഞ്ഞാലും പോയിട്ടില്ലേ എമ്മാതിരി ടാസ്ക്. നമുക്കൊരു വിഷയമില്ലല്ലോ. നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്നൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ വേറൊരു സ്ഥലത്തിന് എന്തൊരു ആയി കഴിഞ്ഞാൽ നമുക്ക് അന്നങ്ങനെ ചെയ്തല്ലോ അപ്പോ ഇങ്ങനെ ചെയ്താൽ മതിയാന്ന് നമുക്കൊരു തോന്നൽ വരുള്ളൂ. എനിക്കിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴുള്ളൂ ഇങ്ങനെ എപ്പോഴും കൊണ്ട് കിട്ടുള്ളൂ. അതിനൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. പാപ്പം വിളിച്ചിട്ട് പറഞ്ഞു കുട്ടാപ്പൂനെ ആരെങ്കിലും കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് വരണ്ട, കാരണം മോശം ആവൂല ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം പറഞ്ഞിട്ട് വന്നതന്നെ. പക്ഷെ ഇത് ഇങ്ങനെ ആയിട്ട് ഇരുന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ല അപ്പൊ പറഞ്ഞ മുക്കാലിയില് നിർത്താ വല്ല വള്ളത്തിന് കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോ വള്ളം കുടിക്കാം. ഒരു കോഴിമുണ്ടി, 4 കാടമുണ്ടി, ഒരു സർബത്ത്. ഞാൻ ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞായിരുന്നല്ലേ നല്ലൊരു സ്പോട്ടിലെത്തിയിട്ട് ഇനിയുള്ള വീഡിയോ ചെയ്യാന്ന്. അത് വിചാരിച്ചിട്ടല്ല ഞാൻ പറയണത്. നമ്മൾ ഈ വണ്ടി പഞ്ചറാവണത് കട തുറക്കാത്തൊന്നും പ്രെഡിക്റ്റ് ചെയ്യണല്ല. അങ്ങനെ നമ്മള് നല്ലൊരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്ഥലത്തെത്തി. പക്ഷേ ഇതിൽ വള്ളമല്ല ചൂടായതുകൊണ്ട്. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാ. ഇതിൽ വള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും, കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതില്ലേ കാണാൻ അങ്ങനെ റോഡാട്ടോ. അങ്ങനെ വന്നിട്ട് ഇവിടെ പാലം, അങ്ങനെ അങ്ങോട്ട് പോകും. എന്ത് ചെയ്യാം. ആ ഫുഡിന്റെ കാര്യം പറയാം. ഞാൻ കഴിക്കുന്ന സ്ഥലത്ത് എന്താ അറിയില്ല, നമുക്കുണ്ടാവില്ലേ അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ അവിടുന്ന് കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ ഫുഡ് അവിടെ മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് ഞാൻ ചെല്ലിടത്ത് അങ്ങനെ ആയതുകൊണ്ടാന്ന് എനിക്കറിയില്ല. എപ്പോൾ ഫുഡ് കഴിച്ചാലും ഞാൻ തന്നെ പറയാം ആവറേജ് ഫുഡ്. ഞാൻ പണ്ട് അവിടെ കയറിയപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പം ഞാൻ അത് കഴിക്കാൻ വേണ്ടി അവിടെ കയറിയതാ. അപ്പോൾ അവിടെ ബീഫില്ല, ചിക്കൻ ഉള്ളതാണ്. ഓക്കെ, ചിക്കൻ എടുത്തു എന്നാണ്. ചിക്കൻ ബിരിയാണി എടുത്തപ്പോൾ എന്താണ് സീന്, അതിൽ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട 2 പീസ് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഇല്ല, കൊള്ളൂല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാലോ. എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാനാ. അത് വിട്. പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ കുണ്ട് കിട്ടി. അത് കംപ്ലീറ്റ് ആക്കി. അപ്പം ലാസ്റ്റ് വെള്ളം കുടിച്ചപ്പോൾ സമാധാനമായി. പാപ്പൻ കുറച്ച് മുന്നേ പോയി. അപ്പോൾ ചോദിച്ചു അതിൻ്റെ വീഡിയോയിലൊക്കെ കഴിഞ്ഞ് ചോദിച്ചില്ല. ഒരു വൈൻഡപ്പ് ഉണ്ട് പറഞ്ഞിട്ട് എസ്കേപ്പ് ആയി. പാപ്പൻ പിന്നെ കാറിലാണല്ലോ. പാപ്പൻ പോയി. ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. നല്ല സുഖമുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ എന്തോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ മറന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല. നേരെ വണ്ടി വീട്ടിൽ കൊണ്ടിടുക, എൻ്റെ കാർ എടുത്തിട്ട് എൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ വേറെ കാണിക്കാനും മാത്രമൊന്നും ഉണ്ടാവില്ല. നോക്കാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി പോകുമ്പോൾ ഒന്നും പറയില്ല, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എന്താ ഇവിടുത്തെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ. കുറേ നേരമായി, രാവിലെ ഇറങ്ങിയ ഞാൻ. എത്രങ്ങാനും നേരമായി, നല്ല നിശ്ചയം ഉണ്ടോ? വരെ പോയിട്ട് കുറച്ച് കടക്കട്ടെ, വയ്യാണ്ടായി. ഇതെന്ത് പണ്ടാരെ കയറാത്ത ഗൈസ്. കയറുന്നില്ല ഗൈസ്. കയറി വണ്ടി കേട്ടാക്കണു പോണു.
ഇവിടെ അല്ലേ, ഇവിടെ കാണാനും മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ 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 ചേട്ടൻ ഇപ്പം ഇവിടെ ഒന്നുമില്ല. പക്ഷേ മഴക്കാലത്തുണ്ടല്ലോ ഫുള്ള് സീനാണ്. ഇവിടെ എവിടെ ഒരു പാറയൊക്കെ ഉണ്ടായിരുന്നു. ആ പാറ ആ ഭാഗത്ത് എവിടെയായിട്ട് തോന്നുന്നു. സീന് നോക്കാം. ഈ സൈഡൊക്കെ ഇങ്ങനെ ഉണങ്ങിയല്ല, ഇവിടെയൊക്കെ നോക്കാം. ആ ഭാഗത്തൊക്കെ ഫുള്ള് പച്ചപ്പ്. എന്തായാലും പിടുത്തം വിട്ട വെയില. ഞാനേ വേഗം പെരയൊക്കെ ഓട്ടേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു വിദ്യയിൽ തോന്നുന്നു. ഈ ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇതന്നെ എൻ്റെ പരിപാടി. പിന്നെ ഞാൻ കണ്ടോ ഇപ്പം തന്നെ എത്ര വട്ടാ, അതാണ് സീന്. ഇനി എന്തായാലും വേണ്ടില്ല, വീട്ടിലെത്തിയിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കുള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക് വായിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ ക്യാമറ വാങ്ങി. ഇതാ കിടക്കണു മുതൽ ഓൻ കാരണമാണ് വണ്ടി പഞ്ചറായിട്ടുണ്ടായത്. വൈ അവിടെ ഗൈസ് ഇവിടെ ഒരു സൊള്ളായിരുന്നു. സൊള്ളര നാളെ ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള അറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എടുക്കാൻ നടക്കില്ല. മറ്റുകൊണ്ട് ഇവിടെ താത്തണ്ട് കേട്ടോ, എൻ്റെ വണ്ടി, പാപ്പൻ്റെ വണ്ടി, എൻ്റെ വണ്ടി. അച്ചുട്ടി ഗൈസ്, ഞാനേ ഒന്ന് കുളിക്കട്ടെ പോയിട്ടോ, തീരെ പയ്യ.